ഹായ് എവരിവൺ. അപ്പം നമുക്കിന്ന് ഒരു കേളി ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ചെയ്യാം. അപ്പോൾ എൻ്റെ യൂഷ്വൽ റാൻസും ഹ്യൂമർ ഇതൊന്നും വരത്തില്ല, കാരണം സ്റ്റൈലിംഗ് വീഡിയോ അല്ലേ. സോ അപ്പം ഞാൻ ഓൾറെഡി കുളിയായി കഴിഞ്ഞു. എന്നിട്ട് മുടി ഇച്ചിരി നനഞ്ഞിരിപ്പുണ്ട്, നനവുണ്ട്. പക്ഷെ നമുക്ക് ഹെയർ സ്റ്റൈലിങ്ങിന് ഇത് പോരാ, നല്ല ഡാം ആയിട്ടുള്ള ഹെയർ വേണം, നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് ചെയ്യും. അപ്പം ഞാൻ അതിൻ്റെ ഹെയർ ഒന്ന് ഡാം ചെയ്തിട്ട് അപ്പം ഇത്രയും എങ്കിലും മുടി വെറ്റായിരിക്കും. ഇപ്പോൾ കേളി ഹെയർ ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മുടി ഡ്രൈ ആയി പോകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ വെള്ളം അടിച്ച് ഡാം ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിന്നിവിടെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ്റെ കേൾ ക്രീമും ഹാർഡ് ഹോൾ ജെല്ലുമാണ്. പക്ഷേ ഈ ജെല്ല് തീർന്നു പോയേക്കാം. ഇത് പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ നമുക്ക് ഒരുപാട് ദിവസം നമ്മുടെ കേൾ ഹോൾഡ് ചെയ്ത് ഡെഫിനിഷൻസിൽ വെക്കണമെങ്കിൽ ഈ ഹാർഡ് ജെല്ല് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡെയിലി നമുക്ക് ഫിസിനസ് ഒന്നും വരാതിരിക്കാനാണ് എങ്കിൽ ഈ ലിവിങ് കണ്ടീഷണർ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. അപ്പോൾ ഇതെൻ്റെ ഓൾമോസ്റ്റ് ക്ലിയറായി. അപ്പോൾ ഞാനങ്ങനെ ഇത് എപ്പോഴും യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും യൂസ് ചെയ്തില്ല, വീക്ക്ലി വൺസ് ഓർ ട്വൈസ് യൂസ് ചെയ്യും. പിന്നെ എനിക്ക് എന്തെങ്കിലും പരിപാടികളുണ്ട്, എനിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോകാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യും. അല്ലാതെ ഞാൻ നോർമലി ജസ്റ്റ് ഷാമ്പു ചെയ്തിട്ട് ഒരു കണ്ടീഷണർ ഇട്ടിട്ട് ജസ്റ്റ് എയർ ഡ്രൈ ചെയ്യാൻ വേണം, അത്രയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ മുടി ഞാൻ ഷവർ ചെയ്യുന്ന സമയമായിരിക്കും കോംബ് ചെയ്യാൻ നോക്കുന്നത്. ഷവർ ചെയ്യുന്ന സമയം നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇട്ടിട്ട് കോംബ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഈസി, കാരണം കേളി ഹെയർസ് ഫ്രിസി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഡ്രൈ ഹെയർ ഇങ്ങിട്ട് കോംബ് ചെയ്യുമ്പോൾ എന്തോന്ന് വെച്ചാൽ നമ്മൾ മുടി ഒരുപാട് പൊട്ടിപ്പോകാൻ ചാൻസസ് ഉണ്ട്. നമുക്ക് ഈ പ്രോഡക്റ്റ് ഇങ്ങനെ പാർട്ട് ചെയ്തിട്ട് വെക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ളൊരു മോഷനാണ് കൊടുക്കുന്നത്, സ്പ്രേയിങ് ഹാൻഡ്സ് മോഷനാണ് കൊടുക്കുന്നത്. ഒരു വൈറ്റ് ടൂത്ത് ആയിട്ടുള്ള കോംബ് എടുക്കുക. കോംബ് എടുത്തിട്ട് ജസ്റ്റ് ആദ്യം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യാം. അപ്പം ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കൊണ്ട് ഞാനിത് ഓൾറെഡി തന്നെ ജസ്റ്റ് രണ്ടൊന്ന് ഹെയർ കഴിയും, ഒന്നും കുഴപ്പമില്ല. അത് നിങ്ങൾ ഡീറ്റാങ്കിൾ ചെയ്യാം. ശ്രദ്ധിക്കുക, കുളിക്കുന്ന സമയം ചെയ്യുന്നത് ഈ ക്രീം ഉപയോഗിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഭയങ്കര മെഴുമെഴുക്കായിരിക്കും, ഭയങ്കര സ്റ്റിക്കി ഫീലിംഗ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അതല്ലേ തന്നെ ഇപ്പോഴത്തെ സൈഡ് ചെയ്യാം. ഇനി ചെയ്യേണ്ട കാര്യം വെച്ചാൽ മുടി മൊത്തത്തിൽ ഫ്രണ്ടിലോട്ട് ഇടുക. എന്നിട്ട് കോം ആദ്യം ജസ്റ്റ് ഒരു ഈ ഫ്രിസ് ചേര വടക്കൊക്കെ ടാങ്കിൾസ് ഒക്കെ മാറ്റി കൊടുത്തതിന് ശേഷം കാണുന്നത് അടിയിൽ ബ്രഷ് ഇങ്ങനെ കോമ്പി ഇങ്ങനെ എന്നിട്ട് ഒരു ഇങ്ങനെ കടയിൽ പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴും കുറച്ചും കൂടി ഇങ്ങനെ കറിയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ഇപ്പം ഞാൻ വന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ജെൽ അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ജെല്ല് തീർന്നു പോകുന്നത് ഞാനത് അപ്ലൈ ചെയ്യും. അതും സെയിം ഇതാണ്, ലിവിങ് കണ്ടീഷൻ ഇടുക, കോംബില്ല. എന്നിട്ട് ജെല്ല് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പ്ലെയിൻ ഹാൻഡ്സ് വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊന്നിങ്ങനെ ഇങ്ങനെ ഒരുപാട് ഹാർഡായിട്ടൊന്നും ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ഹെയർ മാക്സിമം എയർ ഡ്രൈ ചെയ്ത് ഉണക്കാനാണ് നോക്കുന്നത്. അത് സമയമില്ലാത്തവർക്ക് ഇതെന്ത് ചെയ്യുക, ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഉണക്കിയിട്ട് കുറച്ച് ഉണക്കുമ്പോഴത്തേക്ക് ഫ്രിസിനെസ് കുറച്ച് കുഞ്ഞു പിടികളൊന്നും പൊങ്ങി നിൽക്കാതിരിക്കാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഫൈനൽ ലുക്ക് ഞാൻ എൻ്റെ മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഇതാണ് ഫൈനലായിട്ടുള്ള എൻ്റെ ഹെയറിൻ്റെ ലുക്ക്. ജസ്റ്റ് കാണിക്കാം.
വെട്ടം ലൈറ്റ് കുറച്ച് കുറവാണ് വീശുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സി, ദിസ് ഈസ് ഹൗ that simple styling got us. അപ്പം ഈ റുട്ടീൻ എനിക്ക് ഏത് കേൾ ക്രീം ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെയിൻറ്റെയിൻ ആണ്, അതുകൊണ്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ മോർ കണ്ടൻറ്റ്സ് ലൈക്ക് ദിസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു റൂട്ടീൻ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, സിമ്പിൾ ആൻഡ് ലേസി ആയിട്ടുള്ളൊരു റൂട്ടീനാണിത്. ഓൾമോസ്റ്റ് എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. എന്നിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഹെയർ കെയർ റൂട്ടീനും കൂടെ കമൻറ്റ് സെക്ഷനിൽ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കേളി ഹെയർ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി ടു മെയിൻറ്റെയിൻ curly hairs, like even me, എല്ലാ കേളി ഹെയർസിനും ഒരു ഡേ ഉണ്ടായിരുന്നു. ലൈക്ക് വി ഓൾവേസ് യൂസ് ടു സ്ട്രെയിറ്റൻ അവർ ഹെയർ, ബട്ട് ആസ് വി ഗ്രോ നമ്മളത് മനസ്സിലാക്കി ആൻഡ് വി അക്സെപ്റ്റ് അവർ സെൽഫ്, വി അക്സെപ്റ്റ് ദാറ്റ് ദിസ് കേൾ ഗീവ്സ് യു ഡെഫിനിഷൻ. മോർ കണ്ടക്ട്സ്, ഫോളോ മൈ ചാനൽ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് എൻജോയ് യുവർ ഡേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.